സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ക്യാരറ്റ് സൂപ്പ് വളരെ സ്വാദോടെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദിവസവും അല്പം സൂപ്പ് കുടിച്ചാൽ അത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പനി, ജലദോഷം പോലുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയ സൂപ്പ് നിങ്ങളുടെ ഭക്ഷണത്തിലെ മുഴുവൻ പോഷകങ്ങളും ലഭിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. നല്ല തണുപ്പുകാലങ്ങളിലാണ് പൊതുവെ ആളുകൾ സൂപ്പ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. വളരെ എളുപ്പത്തിലും അതുപോലെ രുചികരവുമായി ഹെൽത്തി സൂപ്പ് തയ്യാറാക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ഈ സൂപ്പിന് വേണ്ട പ്രധാന ചേരുവകൾ: ക്യാരറ്റ് ചെറുതായി നുറുക്കിയത്, കുരുമുളക് ഫ്രഷായി തരുതരിപ്പോടെ പൊടിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, മല്ലിയില അരിഞ്ഞത്, ഉപ്പ്, 7 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് എന്നിവയാണ്. ആദ്യം നമ്മൾക്ക് 1 കപ്പ് ക്യാരറ്റ് ചെറുതായി മുറിച്ച് 1 കപ്പ് വെള്ളവും ചേർത്ത് വേവിക്കാം. 5 മിനിറ്റ് കൊണ്ട് ക്യാരറ്റ് വെന്ത് വരും. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം വെള്ളം മാറ്റി വേവിച്ച ക്യാരറ്റ് ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുക. ക്യാരറ്റ് നൈസായി അരച്ചത് മാറ്റിവെക്കുക. അടുത്തതായി നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതായത് ചോളമാവ്, 1/2 കപ്പ് വെള്ളവും ചേർത്ത് കട്ടയില്ലാതെ കലക്കി വയ്ക്കുക. ഇനി നമ്മൾക്ക് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 കഷ്ണം വെണ്ണ ചേർക്കുക. ഇനി വെണ്ണയിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് 2 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് ഹൈയിൽ വെച്ച് വേണം സൂപ്പ് ഉണ്ടാക്കുവാൻ. ഇനി ഇത് മൂടി വെച്ച് 5 മിനിറ്റ് തിളപ്പിക്കുക. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് അരച്ചു വെച്ച ക്യാരറ്റ് ചേർക്കുക. കൂടെ ക്യാരറ്റ് വേവിച്ച വെള്ളം മാറ്റി വെച്ചിരുന്നത് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ച് 2 മിനിറ്റ് വേവിക്കുക. ഇനി ഗ്യാസ് സിമ്മിലാക്കി കലക്കി വെച്ച കോൺഫ്ലോർ മിശ്രിതം ഒന്നുകൂടി കലക്കി വേണം സൂപ്പിലേക്ക് ഒഴിക്കുവാൻ. നമ്മൾ കോൺഫ്ലോർ ചേർത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സൂപ്പ് കുറുകി വരും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ കുരുമുളക് ഫ്രഷായി പൊടിച്ചതും ചേർത്ത് 2 മിനിറ്റ് തിളപ്പിക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില തൂവി വാങ്ങി വയ്ക്കുക. ഇനി ഇത് നമ്മൾക്ക് ചൂടോടെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ഹെൽത്തി ഇന്ത്യൻ സൂപ്പ് റെഡി. വേണമെങ്കിൽ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുരുമുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക. അങ്ങനെ നമ്മുടെ ഹെൽത്തി സൂപ്പ് റെഡി. എല്ലാവരും ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.